കുട്ടികൾക്ക് സാധാരണയായിട്ട് 1 വയസ്സ് കഴിയുമ്പോൾ നമ്മൾ അയേൺ സിറപ്പ് റുട്ടീനായിട്ട് സാധാരണമായിട്ട് കുട്ടികൾക്ക് കൊടുക്കാനായിട്ട് പറയാറുണ്ട്. ഇതിൽ പലപ്പോഴും നമ്മൾ അയേണിൻ്റെ കുറവ് കുട്ടികളിൽ കാണാറുണ്ട്. അപ്പോൾ അനീമിയയുടെ ട്രീറ്റ്മെൻറ്റിന് വേണ്ടി അല്ലെങ്കിൽ അനീമിയ വരാതിരിക്കാനായിട്ട് അയേൺ സിറപ്പ് നമ്മൾ കുട്ടികൾക്ക് കൊടുക്കാറുണ്ട്. അപ്പം വളരെ സാധാരണമായിട്ട് നമ്മൾ എന്ത് മരുന്ന് കൊടുക്കുകയാണെന്നുണ്ടെങ്കിലും നമ്മുടെ ഒരു വിശ്വാസമുണ്ട് ഭക്ഷണത്തിന് മീതെ കൊടുക്കുക എന്നുള്ളത്. എന്നാൽ അങ്ങനെയല്ല വേണ്ടത്. ഈ അയേൺ എന്ന് പറയുന്ന സാധനം നന്നായിട്ട് അബ്സോർബ് ചെയ്യുക വെറും വയറ്റിലോ അല്ലെങ്കിൽ ഭക്ഷണത്തിൽ നിന്ന് കുറച്ച് വിറ്റിട്ട് കൊടുക്കുകയാണ്. ഞാൻ ഏറ്റവും നല്ലത് ഒന്നുകിൽ വെറും വയറ്റിൽ കൊടുക്കുക അയേൺ സിറപ്പ്, അല്ലെങ്കിൽ ഭക്ഷണത്തിനൊരു 2 മണിക്കൂർ മുന്നെങ്കിലുമായിട്ട് കൊടുക്കുക. അതായത് ഭക്ഷണം പെട്ടെന്ന് കൊടുത്താൽ അയേൺ അബ്സോർബ് ചെയ്യില്ല, അയേൺ ശരീരം വലിച്ചെടുക്കില്ല. അതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ട്. അതുമാതിരി തന്നെ ഈ കാപ്പി ചായ ഒക്കെ തുടങ്ങിയിട്ടുള്ള പാനീയങ്ങളുടെ ഒപ്പം കഫീൻ്റെ ഒപ്പം എല്ലാം കൊടുത്തു കഴിഞ്ഞാൽ അയേൺ അബ്സോർബ് ചെയ്യില്ല. പിന്നെ നമ്മൾ അയേൺ കൊടുക്കുമ്പോൾ എന്തൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ എല്ലാവരും പറയാറുണ്ട് അയേൺ കഴിച്ചാൽ കോൺസ്റ്റിപ്പേഷൻ വരും, മലബന്ധം വരും എന്നൊക്കെ പറയാറുണ്ട്. പക്ഷെ കുട്ടികളിൽ സാധാരണ ഇതൊരു പ്രശ്നമായിട്ട് വരാറില്ല. അയേൺ കൊടുക്കുമ്പോൾ കുട്ടികളുടെ പല്ലിന് കറുപ്പ് നിറം വരാറുണ്ട്. അത് വരാതിരിക്കാനായിട്ട് അയേൺ കൊടുത്തു കഴിഞ്ഞ ഉടനെ, അയേൺ സിറപ്പ് കൊടുത്തു കഴിഞ്ഞ ഉടനെ വായ കുൽക്കുഴിയാനായിട്ട് കഴുകാനായിട്ട് ശ്രദ്ധിക്കണം. ഈ കാര്യങ്ങളാണ് അയേൺ സിറപ്പ് കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത്.